മമ്മൂക്ക പറഞ്ഞ പോലെ രാജുവിന്റെ കൊച്ചു സിനിമയിലെ ആ കൊച്ചു ടീസർ എത്തിയിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വൈൽഡ് ഫയർ. 2.25 മണിക്കൂറുള്ള പടത്തിനെ 2.5 മിനിറ്റിൽ ഒതുക്കി കാണിച്ചപ്പോൾ ചുമ്മാ ഒന്ന് ഒബ്സർവ് ചെയ്ത ചില കാര്യങ്ങളൊന്നും നോക്കാം. നോർത്തേൺ റഷ്യയിലേക്ക് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ഖുറേഷി എബ്രാഹിമിലാണ് ലൂസിഫർ അവസാനിച്ചത്. എമ്പുരാനിലെ ഖുറേഷിയുടെ എൻട്രിയും ഹെലികോപ്റ്ററിൽ നിന്നാണെന്ന് ഏകദേശം ഉറപ്പിക്കാം. മാത്രമല്ല പോരാട്ട വിമാനത്തിൽ നിന്നുള്ള മാരക ഫൈറ്റ് സീൻസും ഇക്കുറി ടീസ് ചെയ്യുന്നുണ്ട്. ഖുറേഷി സ്പോട്ട് ചെയ്തതായി ആർമി പറയുന്നത് ഇറാഖിൽ നിന്നാണെങ്കിലും തൊട്ടടുത്ത ഷോട്ടിൽ കാണിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് വിഷ്വൽസ് നോക്കിയാൽ മഞ്ഞിന്റെ പശ്ചാത്തലമുള്ള ഒരു ഏരിയയിലേക്ക് ഫോഴ്സ് പോകുന്നതായാണ് കാണിക്കുന്നത്. അപ്പോൾ റഷ്യയിൽ വെച്ചൊരു അറ്റാക്ക് സിറ്റുവേഷനിലായിരിക്കാം ഈ ഷോട്ട്. മാത്രമല്ല ലാലേട്ടന്റെ ബാക്ക് ഷോട്ട് എൻട്രി നോക്കിയാൽ അതും മഞ്ഞിനാൽ ചുറ്റപ്പെട്ട സിറ്റിയാണ്. ജതിൻ രാംദാസിനൊപ്പം പ്രിയദർശിനിയും രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടെന്ന് കാട്ടുന്ന ഒരു ഷോട്ടാണിത്. അണികൾ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുന്നതായി കാണാം. എമ്പുരാനിൽ ഖുറേഷി എബ്രാഹിമിന്റെ സാഹസങ്ങൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്ന് കരുതി വിഷമിക്കേണ്ട. ലൂസിഫറിൽ പൂണ്ടുവിളയാടിയ സ്റ്റീഫൻ നെടുമ്പള്ളിയെ, നമ്മുടെ സ്റ്റീഫിച്ചാനെ വീണ്ടും കാണാമെന്ന് സൂചിപ്പിക്കുന്ന ചില ഹിൻസും അങ്ങിങ്ങായി നമുക്ക് കാണാം. തുടക്കത്തിൽ കാണിക്കുന്ന സ്റ്റീഫന്റെ മൂടിയിട്ടിരിക്കുന്ന മാസ്റ്റർ പീസ് 666 ബ്ലാക്ക് അംബാസഡർ ഈ ഒരു ഷോട്ടിൽ ഉയർത്തെഴുന്നേൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. അതിന് കാരണക്കാരൻ എന്തായാലും ഒരാൾ തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെ മറ്റൊരു മാരക ഫ്രെയിം കൂടി വരുന്നുണ്ട്. കാട്ടിൽ കുരിശു പോലെ കത്തുന്ന മരത്തിനോ മറ്റോ മുമ്പിൽ മുണ്ടും മടക്കി കുത്തി നിൽക്കുന്ന സ്റ്റീഫൻ തന്റെ ആയുധമേന്തിയ പടയാളികളുമായി. ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് മഞ്ജു വാര്യരുടെ ഒരു ബാക്ക് ഷോട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതൊരു പക്ഷേ ഫാമിലിക്ക് വേണ്ടിയുള്ള റിഡംപ്ഷൻ സീക്വൻസ് ആകാൻ ചാൻസ് ഉണ്ട്. സ്റ്റീഫന്റെ ചൈൽഡ്ഹുഡ് ഫ്ലാഷ് ബാക്ക് ആകാം ഈ ഒരു ബാക്ക് ഷോട്ട് എന്നുള്ളത്. കൊച്ചു സ്റ്റീഫൻ തന്റെ അനിയനെയോ അനിയത്തിയോ പിടിച്ചു നിൽക്കുന്നതാവാം. മുമ്പിൽ കാണുന്ന തീനാളങ്ങൾ ആ മന്ദിരത്തിന് മുമ്പിൽ JCBക്ക് ചുറ്റും വണ്ടികൾ നിൽക്കുന്ന ആ ഒരു സ്പോട്ടാണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു പ്രസന്റ് സ്റ്റീഫൻ ഷോട്ടും അയക്കാം. ടീസറിന്റെ ഒടുക്കത്തോടെ അടുക്കുമ്പോഴാണ് പൃഥ്വിരാജിന്റെ ടീസിംഗ് നടക്കുന്നതെങ്കിലും എന്നാൽ അതിനു മുന്നേ തന്നെ ഒരു ആക്ഷൻ സീക്വൻസിലുള്ള സയ്യിദ് മസൂദ് ചെറുതായി ഒന്ന് മിന്നി മറിഞ്ഞു പോകുന്നുണ്ട്. ഈ ചർച്ച് ഫൈറ്റ് സീക്വൻസിൽ മോഹൻലാൽ ഒറ്റയ്ക്ക് തോക്കുമായി നിൽക്കുന്നിടത്തേക്ക് ആർമി എത്തുന്ന ഈ ചർച്ചിൽ നമുക്കൊരു അടാറ് ഫൈറ്റ് സീക്വൻസ് തന്നെ പ്രതീക്ഷിക്കാം. ഈ സ്ഥലം എന്നുള്ളത് ആദ്യം കാണിക്കുന്ന നോർത്ത് ഇറാഖിലെ ഗോസ്റ്റ് ടൗൺ തന്നെയാണ്. മൊത്തം തകർന്ന് തരിപ്പണമായി കിടപ്പുള്ള ദുരന്ത ഭൂമി. കാരണം തുടക്കത്തിലെ മങ്ങി ഷോട്ടിൽ തന്നെ ഖുറേഷി നിൽക്കുന്ന ഈ പള്ളിയുടെ ഒരു ലോങ് ഷോട്ട് കാണിക്കുന്നുണ്ട്. 100ൽ 100 കൊടുക്കാവുന്ന ടീസർ കണ്ടു കഴിയുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു ചോദ്യം, അപ്പോൾ ആ മിസ്റ്ററി പോസ്റ്ററിലെ ഡ്രാഗൺ സിമ്പിൾ അത് ആര്? ബാക്ക് ഷോട്ടുകൾ അനവധിയുള്ള ടീസറിൽ ഈ ഒരു ബ്ലാക്ക് ഡ്രസ് ധരിച്ചിട്ടുള്ള ആൾ ഒരു മിസ്റ്ററിയാണ്. അതാരെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ പറയാൻ മറക്കണ്ട. അപ്പോൾ ലെറ്റ് ദ ഫ്ലെയിം ബേൺ.